ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങൾ പഠിക്കുന്ന ഒരു സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള SCERT പാഠങ്ങളുടെ ലിസ്റ്റിൽ 1-2 ചാപ്റ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അതിനെപ്പറ്റി ആദ്യം ഒന്ന് പറയാം, അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിൽ നിന്നും ഓരോ പാഠം വരുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമൊന്നും അല്ല, എങ്കിൽ കൂടി ജസ്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിരിക്കാം എന്ന് വിചാരിച്ചിട്ട് 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെയും പാഠം കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ 2 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. എന്നാൽ PSC പലതവണ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ അതിലെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കനൊക്കെ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതും അവരുടെ ആശയങ്ങൾ ഏതാണ് എന്നുള്ള രീതിയിൽ PSC പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചാപ്റ്റർ വിട്ട് കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് രണ്ടും ആഡ് ചെയ്തത്. പിന്നെ അതേപോലെ 9ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറയാൻ വിട്ടുപോയൊരു ചാപ്റ്ററാണ് 9ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠം, തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ 2 പാഠങ്ങളാണ്. 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ഓരോരോ പാഠം വീതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമാണ്, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. 5ാം ക്ലാസ്സിലെ പാഠമാണെങ്കിലും 6ാം ക്ലാസ്സിലെ പാഠമാണെങ്കിലും കുറച്ച് പോയിന്റുകൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളൂ. അപ്പോൾ നോക്കാം. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. അപ്പം അതിനു മുമ്പ് ഇവിടെ ഒരു പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് എന്താ പഠിക്കേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് മാത്രം വരാം. അപ്പോൾ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് എന്ത്? ഗ്രാമസഭ. ഈ ഗ്രാമസഭയെ പറ്റി PSC പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സെഷനിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. അപ്പം ഇതിപ്പോൾ തൽക്കാലം നിങ്ങൾ SCERTയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് നോക്കി വെക്കുക. അതല്ലാതെ നിങ്ങൾ റാങ്ക് ഫയൽ തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. SCERT നമ്മൾ നോക്കണം, അതിനൊപ്പം തന്നെ റാങ്ക് ഫയലിലും ഇതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കണം. കാരണം SCERTക്കുള്ളിൽ ഇല്ലാത്ത കുറച്ച് പോയിന്റ്സ് നമുക്ക് റാങ്ക് ഫയലിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ SCERT പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, റാങ്ക് ഫയൽ പഠിക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇതൂടെ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് എന്ത്? ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇനി നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്ന് പറയുന്നു. അപ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിൽ എന്താ? ഗ്രാമസഭ എന്നാണ് പറയുന്നത്. നഗരങ്ങളിലാണെങ്കിൽ ഇതിനെ വാർഡ് സഭ എന്നാണ് പറയുന്നത്. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം. അപ്പോൾ വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം. ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അവർക്കെല്ലാം അവസരമുണ്ട്. വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ്. ഈ ജനപ്രതിനിധി ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഗ്രാമങ്ങളിലാണെങ്കിൽ വാർഡ് മെമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയോ നഗരങ്ങളിലാണെങ്കിൽ കൗൺസിലർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ചോദിക്കാറുണ്ട് ഈ ഒരു ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ് എന്നുള്ള രീതിയിൽ. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ പഠിക്കാം. ഇനി ഇവിടെ നോക്കിക്കേ, മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൻ അവരൊക്കെ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അതേപോലെ അമർത്യ സെന്നും ഉണ്ട് കേട്ടോ. ഇവരുടെ കുറച്ച് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കാം. ഇത് പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ, ആരുടെ വാക്കുകളാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞത് നോക്കിക്കേ, ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. അപ്പോൾ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അടുത്തത് എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ ശ്രദ്ധിച്ചേ. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൻ എന്താ പറഞ്ഞത്? ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അടുത്തതോ, ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അമർത്യ സെന്നാണ്. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് അമർത്യ
അമർത്യ സെന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കനാണ്. മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. അപ്പൊ 3 പേരുടെയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇനി എന്താണ് ജനാധിപത്യം? നോക്കിക്കേ, ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്നറിയപ്പെടുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഇനി ജനാധിപത്യം എന്ന് അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഏത് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഏത് ഗ്രീക്ക് പദമാണ്? ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദമാണ്. ഇവിടെ ജനം എന്ന് അർത്ഥമുള്ള ഡെമോസും ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ്, ഈ 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ് ഡെമോക്രസി ഉണ്ടായത്. അപ്പൊ എന്താ പറയുന്നത്? ഡെമോസും അതേപോലെ തന്നെ ക്രാറ്റോസ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഡെമോക്രസി ഉണ്ടായത്. അതിൽ ഡെമോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ജനം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇനി ക്രാറ്റോസ് എന്ന് പറഞ്ഞാലോ ശക്തി അല്ലെങ്കിൽ അധികാരം എന്നാണ് ക്രാറ്റോസിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടാണ് എന്തുണ്ടായത്? ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പോൾ ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ്? ഗ്രീക്ക് പദമായിട്ടുള്ള ഡെമോക്രാറ്റിയ എന്ന പദമാണ്. ഇനി അടുത്ത് നോക്കാനുള്ളത് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. നമ്മൾ എക്കണോമിക്സിൽ പഠിച്ച സമയത്ത് നമ്മൾ വേറൊരു കാര്യം അവിടെ പഠിച്ചിരുന്നത് എന്തായിരുന്നു? പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും അല്ലേ എന്ന് പറഞ്ഞ പോലെ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും ഉണ്ട്. നോക്കിക്കേ, പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 രീതിയിൽ പറയാം. എന്തൊക്കെയാണ്? പ്രത്യക്ഷ ജനാധിപത്യവുമുണ്ട്, പരോക്ഷ ജനാധിപത്യമുണ്ട് അല്ലേ? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങളാണ് അല്ലെ? ജനങ്ങൾ നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ്. എന്നാൽ നമുക്കറിയാം നിയമസഭ, നമ്മുടെ സംസ്ഥാന നിയമസഭ, അതേപോലെ പാർലമെന്റ്, ഇവിടെയൊക്കെ ജനങ്ങൾ നേരിട്ടാണോ തീരുമാനമെടുക്കുന്നത്? അല്ല. പകരം അവിടെ എന്താണ്? നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. സോ പരോക്ഷ ജനാധിപത്യം എവിടെയൊക്കെയാണുള്ളത്? സംസ്ഥാന നിയമസഭയിലും പാർലമെന്റിലുമാണുള്ളത്. ഇനി അടുത്തത് ജനാധിപത്യവും തിരഞ്ഞെടുപ്പും. ഇവിടെ നോക്കിക്കേ, 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. അപ്പൊ എത്ര വയസ്സ് പൂർത്തിയായാലാണ് വോട്ട് ചെയ്യാനാവുന്നത്? 18 വയസ്സ് പൂർത്തിയായാലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെ പറ്റിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓർഡറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കോളുക, നമ്മുടെ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലും നിർബന്ധമായി പാലിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളാണ് താഴെ പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കണം അല്ലേ? നമ്മുടെ PSC ഒക്കെ പോലെ ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു നോട്ടിഫിക്കേഷൻ PSC പറയുമല്ലോ, മീൻസ് തരുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ തിരഞ്ഞെടുപ്പിനും എന്താണ് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കൽ. പിന്നെ അടുത്തത് അതിനുശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് നിൽക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു ഇലക്ഷന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ പാർട്ടീനെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നുണ്ട്, അപ്പോൾ അയാളുടെ പേരും വിവരങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. അടുത്ത എന്താണ്? ആ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തലാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തി. അടുത്തത് ഇനി എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും നമുക്കിതിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ തോന്നിയാൽ അടുത്ത ഘട്ടത്തിൽ നമുക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം എന്താണ്?
വോട്ടെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം, അല്ലാത്തവർക്ക് പിന്നെ അടുത്ത എന്താണ്, ഇലക്ഷനിലേക്ക് പോകും, അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കും. അതിനുശേഷമാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുക, വോട്ടെടുപ്പും ഫലപ്രഖ്യാപനത്തിൻ്റെ ഒക്കെ ഓർഡർ നമുക്ക് ഓർത്തിരിക്കാം. ഈ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം അവിടെ തൊട്ടുള്ള കാര്യങ്ങൾ, ആദ്യത്തെ 3 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോണേ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമായിരിക്കും ആദ്യം പുറപ്പെടുവിക്കുന്നത്, ദെൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം, എന്നിട്ട് അതിൻ്റെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് സാധിക്കുകയുള്ളൂ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ സാധിക്കത്തുള്ളൂ. ഇനി അടുത്തത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് നിയമവാഴ്ചയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഡേ 1ൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, 7ാം ക്ലാസ്സിലെ ഒരു പാഠത്തിനെ പറ്റിയിട്ട്, നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ പോയിന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. നോക്കിക്കോ, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. നിയമവാഴ്ചയുടെ പ്രാധാന്യം വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ തരുന്നുണ്ട്, ഈ ട്രാഫിക് നിയമങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ നിയമവാഴ്ച എന്താണെന്ന് മനസ്സിലാക്കുക. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അടുത്തത് അവകാശങ്ങൾ. വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിരുന്നു അല്ലേ, മൗലിക അവകാശങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. അതായത് ഇത് 5ാം ക്ലാസ്സിലെ പാഠമായതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഇതിൽ കൊടുക്കുന്നുള്ളൂ. ഇനി അടുത്തതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്. സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, നമുക്ക് വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്, അങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, ഇനി ഈ സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ താഴെ പറയുന്നതൊക്കെയാണ്. അടിമത്തം, അതേപോലെ സ്ത്രീ വിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണേ, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഏത്, അല്ലെങ്കിൽ വിരുദ്ധമല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ വിരുദ്ധമായിട്ടുള്ളത് ഏതൊക്കെയാണ്? അടിമത്തം, സ്ത്രീ വിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം. അടുത്തത് മാധ്യമങ്ങളെ പറ്റി പറയുവാണ്. അപ്പോൾ ഈ മാധ്യമങ്ങളും സാമൂഹ്യ സാമ്പത്തിക നീതിയും അതേപോലെ അവകാശങ്ങളും നിയമവാഴ്ചയും എല്ലാം എന്താണ്? ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്, അത് മറന്നു പോകരുതേ. അപ്പോൾ മാധ്യമങ്ങളെ പറ്റി നോക്കിക്കൂ. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിലെത്തുന്നതും മാധ്യമങ്ങൾ വഴിയാണ്. ഇനി അടുത്തത് പ്രതിപക്ഷത്തിനെ പറ്റി പറയുവാണ്. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചുവല്ലോ. തിരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ഉണ്ടാവുന്നു. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. ഓക്കെ, അപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു 70 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 40 സീറ്റ് കിട്ടിയിരിക്കുന്നത് ഏതെങ്കിലും, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ A, B അങ്ങനെ വെറുതെ പറയുവാണേ. ഇപ്പോൾ എയും ബിയും സിയും ഡിയും ഒക്കെ പാർട്ടികളാണ്. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൽ ടോട്ടൽ 70 സീറ്റുകളാണുള്ളത്. അതിൽ 40 സീറ്റ് ബിക്കും പിന്നെ 20 സീറ്റ് സിക്കും അതേപോലെ 10 സീറ്റ് എയ്ക്കും കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഭരണപക്ഷം എന്ന് പറയുന്നത് ആരായിരിക്കും? ഭരണപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ബി ആയിരിക്കും. 40 സീറ്റ് കിട്ടിയിട്ടുള്ള ബി ആണ് ഭരണപക്ഷം എന്ന് പറയുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്താണ്? ബാക്കി വരുന്ന, അതായത് 20 സീറ്റ് കിട്ടിയിട്ടുള്ള സിയും എയും ഒക്കെ എന്താണ്? പ്രതിപക്ഷത്തിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ഭരണപക്ഷവും വേണം പ്രതിപക്ഷവും വേണം. കാരണം പക്ഷത്തിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാവുന്ന അപാകതകളും അതേപോലെ പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലൂടെ എന്താണ്? ശരിക്കും ഗവൺമെന്റിനെ നന്നായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വളരെ ഒരു ചെറിയ ചാപ്റ്ററാണ്. ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെക്കാൻ മാത്രമൊന്നുമില്ല, ഒന്ന് വായിച്ചു പോയാൽ കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ അടുത്ത പാഠം, അതായത് 6ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. 6ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠവും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പാഠമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ
ഈ ഒരു 10ാമത്തെ പാഠം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സിലബസിലുള്ള, അതായത് അവകാശങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, കുട്ടികളുടെ അവകാശം, അതേപോലെ സ്ത്രീകളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞ് സുപ്രധാന നിയമങ്ങളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, വിവരാവകാശം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ബേസിക് ഐഡിയാസ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നെൽസൺ മണ്ടേലയുടെ ഒരു വാക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോക്കി വെച്ചേക്കുക. ഇങ്ങനെയുള്ള വാക്കുകൾ ചോദിക്കുന്ന സമയത്ത് PSC എപ്പോഴും അത് ഈ SCERT പാഠപുസ്തകങ്ങളിൽ നിന്നാണ് കേട്ടോ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നോക്കിയേക്കുക. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? നെൽസൺ മണ്ടേലയാണ്. അപ്പം നെൽസൺ മണ്ടേല എന്താ പറഞ്ഞത്? രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ PSC ആ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ചോദിക്കും. ഇപ്പം രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും എന്നൊക്കെ പറഞ്ഞത് ആരാണ്? നെൽസൺ മണ്ടേലയാണ്. അപ്പോൾ ഇത് പറഞ്ഞത് ഏത് ഒരു സിനാറിയോയിൽ വെച്ചിട്ടാണ്? ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണിത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ആര്? നെൽസൺ മണ്ടേല സ്വപ്നം കണ്ടത്. ഇനി അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയൊരു ബോക്സിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18, അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോണം. 1918 ജൂലൈ 18 നെൽസൺ മണ്ടേല ജനിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. നോട്ട് ചെയ്ത് വെച്ചേക്കുക. 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1994 മെയ് 10 അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയത്. 2013 ഡിസംബർ 5 95 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഓരോ രാജ്യങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ളതും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ SCERTയിൽ തന്നിരിക്കുന്ന രാജ്യങ്ങളും അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ രൂപമെങ്കിലും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ആദ്യം പറയുന്നത് ഭൂട്ടാനെ പറ്റിയാണ്. ഭൂട്ടാനിൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയുള്ള ഒരു ഗവൺമെൻറ്റാണ് ഭൂട്ടാനിലുള്ളത്. ഇനി അടുത്തത് ഇന്ത്യ ആണെങ്കിൽ നമുക്കറിയാം ജനാധിപത്യ ഭരണമാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ ബ്രൂണൈയിലാണെങ്കിൽ സുൽത്താൻ ഭരണമാണ് ബ്രൂണൈയിലുള്ളത്. അതേപോലെ മ്യാൻമറിലാണെങ്കിലോ പട്ടാള ഭരണമാണുള്ളത്. അപ്പോൾ SCERTയിലുള്ളതായതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ രൂപം എന്താണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഭൂട്ടാനിൽ ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ച, ഇന്ത്യയിൽ നമുക്കറിയാം ജനാധിപത്യ ഭരണം, ബ്രൂണൈയിലാണെങ്കിൽ സുൽത്താൻ ഭരണം, മ്യാൻമറിലാണെങ്കിൽ പട്ടാള ഭരണം. ഓക്കെ. ഇനി അടുത്തത് ഇതേപോലെ ജനാധിപത്യ ഗവൺമെൻറ്റും ഉണ്ട്, അതേപോലെ ജനാധിപത്യേതര ഗവൺമെൻറ്റും ഉണ്ട് അല്ലേ? അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ജനാധിപത്യ ഗവൺമെൻറ് ആകുമ്പോഴത്തേക്കും എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൽ നടക്കുന്നത് അല്ലേ? എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ് ആകുമ്പോൾ എങ്ങനെയാണ്? അധികാരം പരമ്പരാഗതമായിട്ട് കൈമാറുകയോ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജനാധിപത്യ ഗവൺമെൻറ്റിലാവുമ്പോൾ എന്താണ്? ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾക്കൊക്കെ നിയമപരമായിട്ടുള്ള ഒരു ഉറപ്പുണ്ട്. എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ്റിലോ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എന്താണ്? പരിമിതമാണ്. ഇനി ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണത്. എന്താണ്? ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഭരണാധികാരികളും എന്താണ്? നിയമത്തിന് വിധേയരായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ്റിലോ ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം അല്ലേ? അതാണ് ജനാധിപത്യേതര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പം ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ പഠിച്ചു വെച്ചേക്കുക. ഇനി എന്തൊക്കെയാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ എന്ന് ചോദിച്ചാൽ, ജനാഭിലാഷത്തിനെ മാനിക്കുന്നുണ്ട്, അതേപോലെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നുണ്ട്, പിന്നെയോ ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. അടുത്തത് ഭരണ
ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത് ഓരോ അവകാശങ്ങളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം മനുഷ്യ അവകാശങ്ങളെ പറ്റി പറയുന്നു. ഇവിടെ വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ കേട്ടോ. നോക്കിക്കോ, 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ പരിശോധിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് ആ ഡേറ്റ് മാത്രമാണ്. 1948 ഡിസംബർ 10 സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നത്. അപ്പോൾ അവിടെ മറ്റൊരു പോയിന്റും കൂടെ ഓർത്തേക്കുക. PSC പലതവണ ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 10 എന്താണ്? ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണെന്ന് ചോദിച്ചാലോ? ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഡിസംബർ 10 എന്നുള്ള കാര്യം ഓർത്തേക്കുക. ഇനി എന്തൊക്കെ അവകാശങ്ങളാണ് ഇത് തരുന്നത്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതേപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, തൊഴിലവകാശമുണ്ട്, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ വരുന്നതാണ് ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങളാണെന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ ഇവിടെ ഈ ജീവിക്കാനുള്ള അവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം ഓർത്തേക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നുണ്ട്. നോക്കിക്കേ, മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. എന്നാണ്? 1993 പാർലമെന്റ് പാസാക്കിയിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകിയിരിക്കുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാവും. ഓർത്തു വെച്ചോണേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉണ്ടാവും? 5 അംഗങ്ങൾ ഉണ്ടാവും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനി ഇവിടെ വേറൊരു പോയിന്റ് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PSC എപ്പോഴും ചോദിക്കുന്നതാണ്, മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? അത് രംഗനാഥ മിശ്രയാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെ പറ്റിയാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കേ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ മേൽ അന്വേഷണം നടത്തുക. പിന്നെയോ ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാത്തൊരു കാര്യം. അപ്പോൾ ഓർത്ത് വെച്ചോളുക. ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ശുപാർശകൾ നൽകുക എന്നുള്ളത് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെയോ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. അതേപോലെ മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. ഇതൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളായിട്ട് വരുന്നത്. ഇനി അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1998 ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. എന്താണ്? ഒരു ചെയർമാനും പിന്നെയോ 2 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഒരു ചെയർമാനും 2 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു അല്ലേ? അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാവും. അതായത് എന്താണ്? ഒന്ന് ചെയർമാൻ, പിന്നെയോ 4 അംഗങ്ങളായിരിക്കും, 4 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൽ ചെയർമാൻ എന്ന് പറയുന്നത് എന്താണ്? റിട്ടയർ ചെയ്തിട്ടുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ചെയർമാനും 4 മെമ്പേഴ്സുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലോ ഒരു ചെയർമാനും 2
2 മെമ്പേഴ്സ്, അതായത് ടോട്ടൽ മെമ്പേഴ്സ് 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണ്? 5 ആണ്. വന്ന ആ ഒരു ഇയർ എന്നാണ് 1993 ആണ്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും ഉള്ളത്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അടുത്തതാണ് കുട്ടികളുടെ അവകാശങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കേണ്ട പോയിന്റ് ഇവിടെ മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2009 പാർലമെന്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം, അതായത് RTI ആക്ട് എന്ന് പറയും. RTI ആക്ട് എന്ന് പറയും. അപ്പോൾ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം ഇത് എടുത്തു പറയുന്നു. അപ്പോൾ എന്നാണ് അത് പാസ്സാക്കിയത്? 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. പിന്നെയോ 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പാക്കുന്നു. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്. നമ്മൾ ഡേ 1 ചെയ്ത ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ, അപ്പോൾ നോട്ട് ചെയ്തോണം. ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അതേപോലെ ഇവിടെ കൈലാഷ് സത്യാർത്ഥിനെ പറ്റി പറയുന്നത് നോക്കിക്കോ. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, മലാലയോടൊപ്പം നോബൽ സമ്മാനം അതേ വർഷം ലഭിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. എന്നാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്? 2014. പിന്നെ അടുത്തത്, ഇദ്ദേഹത്തിന് എന്തിനുള്ളതാണ് ലഭിച്ചത്? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ് ലഭിച്ചത്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ് ലഭിച്ചത്. പിന്നെയോ ഇദ്ദേഹം ഫോം ചെയ്തൊരു സംഘടനയുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ്. എന്താണ് ആ സംഘടന? ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ ആരുടെയാണ് ഈ സംഘടന? കൈലാസ് സത്യാർത്ഥിയുടെയാണ്. ഇത് എന്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ്? ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ ഓർത്തേക്കുക, ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12 ആണ്. ഓക്കെ, ഇനി അടുത്തത് മലാല യൂസഫ്സായി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മലാല യൂസഫ്സായിക്കാണ്. എന്നാണ്? 17-ാമത്തെ വയസ്സിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത, സ്ത്രീകളുടെ അവകാശം. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. അപ്പോൾ സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് എന്നാണ്? 1979 എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി ഇവിടെ നോക്കിക്കേ, എന്തെല്ലാം പ്രത്യേക അവകാശങ്ങളാണ് സ്ത്രീകൾക്കുള്ളത് അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് നോക്കാം. തുല്യ ജോലിക്ക് തുല്യ വേതനം വേണം. പിന്നെയോ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ തുല്യ പരിഗണന വേണം. അതേപോലെ സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം വേണം. അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം, രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന, സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം. ഇനി അവകാശങ്ങളും കടമകളും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വായിക്കാം. നോക്കിക്കേ, അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? അത് എൻ്റെ അവകാശമാണ് അല്ലേ? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. എന്നാൽ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് എന്താണ്? അത് എൻ്റെ കടമയാണ്. അപ്പം തമ്മിൽ കൺഫ്യൂസ് ആയി പോകരുത് കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടാൽ കൺഫ്യൂസ് ആയി പോകരുത്. അതുകൊണ്ടാണ് ഇതൊന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോളുക, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരവരുടെ അവകാശമാണ്. എന്നാൽ മറ്റുള്ളവർക്കും നമ്മൾ അനുഭവിക്കുന്ന അതേ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതെന്താണ്? അതൊരു കടമയാണ്. ഇനി കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോൾ കുട്ടി എന്ന നിലയിൽ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കുട്ടിയുടെ അവകാശമാണ്. എന്നാൽ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് എന്താണ്? മാതാപിതാക്കളുടെ കടമയാണ്. പിന്നെ വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് എന്താണ്? എൻ്റെ കടമയാണ്, അല്ലെങ്കിൽ മക്കളുടെ കടമയാണ്. അതേപോലെ വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് എന്താണ്? എൻ്റെ കടമയാണ്. ഇനി അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, മൗലിക അവകാശങ്ങളൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈക്കോടതികളെയും സുപ്രീം കോടതിയെയും ഒക്കെ സമീപിക്കാവുന്നതാണ്. ഇനി രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. ഓക്കെ,
അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ട്, ജനാധിപത്യേതര ഗവൺമെൻറ് ഉണ്ട്. ജനാധിപത്യ ഗവൺമെൻറ് ആണെങ്കിൽ എന്താണ്, അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ അവകാശങ്ങൾ പരിമിതമാണ് അല്ലേ. ഇനി ജനാധിപത്യ ഗവൺമെൻറ്റിൽ എന്തൊക്കെ അവകാശങ്ങളുള്ള, മനുഷ്യ അവകാശങ്ങളുണ്ട്, കുട്ടികളുടെ അവകാശങ്ങളുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങളുണ്ട്, പിന്നെന്താണ് വയോജനങ്ങൾക്കുള്ള അവകാശങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി 6ാം ക്ലാസ്സിലെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.